ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി 3 ദിവസം കൂടി. പഴുതടച്ച ഒരുക്കങ്ങളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. കേരളത്തിൽ അവസാനഘട്ട പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. കേന്ദ്രമന്ത്രിയും ബിജെപി നേതാവുമായ അമിത്ഷാ, കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി, സിപിഐഎം ജനറൽ സെക്രട്ടറി എം.എ. ബേബി തുടങ്ങിയവർ പ്രചാരണ രംഗത്ത്. തമിഴ്നാട്ടിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. പശ്ചിമബംഗാളിൽ 1ാം ഘട്ടത്തിലേക്കുള്ള പത്രികാ സമർപ്പണവും ഇന്ന് പൂർത്തിയാകും. പശ്ചിമേഷ്യൻ സ്ഥിതിഗതികൾ സംബന്ധിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറാൻ, UAE വിദേശകാര്യമന്ത്രിമാർ, ഖത്തർ പ്രധാനമന്ത്രി എന്നിവരുമായി ചർച്ച നടത്തി. ഹോർമൂസ് കടലിടുക്ക് തുറക്കാൻ നൽകിയ സമയപരിധി ലംഘിച്ചാൽ ആക്രമണം ശക്തമാക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സമ്മർദ്ദത്തിന് വഴങ്ങി ചർച്ച നടത്തില്ലെന്ന് ഇറാൻ. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് 43 റൺസ് വിജയം. വാർത്തകൾ വിശദമായി. രാജ്യത്ത് 4 സംസ്ഥാനങ്ങളിലേക്കും ഒരു കേന്ദ്രഭരണ പ്രദേശത്തേക്കുമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. പഴുതടച്ച ഒരുക്കങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. തമിഴ്നാട്ടിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. പശ്ചിമബംഗാളിലെ 1ാം ഘട്ട വോട്ടെടുപ്പിലേക്കുള്ള പത്രികാ സമർപ്പണവും ഇന്ന് പൂർത്തിയാകും. ഈ മാസം 9-ന് വോട്ടെടുപ്പ് നടക്കുന്ന കേരളം, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. മെയ് 4-നാണ് വോട്ടെണ്ണൽ. ബിജെപി മുതിർന്ന നേതാവും പ്രധാനമന്ത്രിയുമായ നരേന്ദ്രമോദി ഇന്ന് അസം സന്ദർശിക്കും. ഇന്നലെ ഗുവാഹത്തിയിൽ എത്തിയ അദ്ദേഹം ഇന്ന് അസമിൽ 3 ഇടങ്ങളിലെ തിരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്യും. പ്രചാരണം അവസാന ഘട്ടത്തിൽ എത്തിയതോടെ കേരളത്തിൽ ദേശീയ നേതാക്കളും താരപ്രചാരകരും തിരഞ്ഞെടുപ്പ് പരിപാടികൾ ശക്തമാക്കി. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ അമിത്ഷാ ഇന്നലെ കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിൽ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ സംസാരിച്ചു. ഇന്ന് അദ്ദേഹം ബിജെപിയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് സംസ്ഥാന ഓഫീസിൽ പതാക ഉയർത്തും. മുഖ്യമന്ത്രിയും സിപിഐഎം നേതാവുമായ പിണറായി വിജയൻ ധർമ്മടത്ത് പ്രചാരണം തുടരും. സിപിഐഎം ജനറൽ സെക്രട്ടറി എം.എ. ബേബി ഇന്നലെ തിരുവനന്തപുരത്താണ് പ്രചാരണത്തിന് എത്തിയത്. കോൺഗ്രസ് മുതിർന്ന നേതാക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പ്രചാരണ രംഗത്ത് സജീവമാണ്. പരസ്യപ്രചാരണത്തിന് 2 ദിവസം മാത്രം ബാക്കി നിൽക്കെ കണ്ണൂർ ജില്ലയിൽ പ്രചാരണം അവസാന ഘട്ടത്തിൽ. 11 നിയോജക മണ്ഡലങ്ങളിലും പ്രചാരണ രംഗം ഊർജിതം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. പല മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികൾ രാവിലെ മുതൽ തന്നെ പ്രചാരണത്തിന് ഇറങ്ങിക്കഴിഞ്ഞു. ചില മണ്ഡലങ്ങളിൽ ഇന്ന് റോഡ് ഷോയുമുണ്ട്. LDF സർക്കാരിന്റെ 10ാം വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് ഇന്ന് പ്രകാശനം ചെയ്യും. പിണറായി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടക്കുന്ന വാർത്താ സമ്മേളനത്തിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രകാശനം നിർവഹിക്കുക. കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി ഇന്ന് പേരാവൂർ മണ്ഡലത്തിലെ ഇരിട്ടിയിൽ UDF പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കും. ഇരിട്ടിയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡ്രോൺ പറത്തുന്നതിനും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി ഇന്നലെ കണ്ണൂർ ഏച്ചൂരിൽ പ്രചരണ പരിപാടികളിൽ പങ്കെടുത്തു. വോട്ടെടുപ്പ് ദിവസവും തലേന്നും പത്രങ്ങളിൽ രാഷ്ട്രീയ പരസ്യം നൽകുന്നതിന് മീഡിയ മോണിറ്ററിംഗ് ആൻഡ് സർട്ടിഫിക്കേഷൻ കമ്മിറ്റിയുടെ മുൻകൂർ അനുമതി നിർബന്ധമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ. കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന ഏപ്രിൽ 9-നും തലേ ദിവസമായ ഏപ്രിൽ 8-നും നിയന്ത്രണം ബാധകമാണ്. തെറ്റിദ്ധാരണാജനകമോ വിദ്വേഷം പരത്തുന്നതോ ആയ പരസ്യങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയെ ദോഷകരമായി ബാധിക്കാതിരിക്കാനാണ് നടപടി. തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള എറണാകുളം ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് തപാൽ വോട്ട് രേഖപ്പെടുത്തുന്നതിന് പ്രത്യേക സൌകര്യം ഒരുക്കി. കാക്കനാട് മാർ അത്തനേഷ്യസ് സ്കൂളിലെ കേന്ദ്രത്തിൽ വോട്ട് രേഖപ്പെടുത്താം. പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൃത്യനിർവഹണത്തിന് തടസ്സമില്ലാതെ സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ ആകണമെന്ന് നോഡൽ ഓഫീസർ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട കോന്നി നിയോജക മണ്ഡലത്തിലെ സ്ലിപ്പ് വിതരണത്തിനിറങ്ങിയ ബൂത്ത് ലെവൽ ഓഫീസർക്ക് നായയുടെ ആക്രമണത്തിൽ പരിക്ക്. ആരോഗ്യവകുപ്പ് ജീവനക്കാരനായ മൈലപ്ര മടുക്കവിളയിൽ യബനേസർ നിതിൻ എസ് നിഖിലിനെയാണ് വളർത്തുനായ ആക്രമിച്ചത്. പ്രളയത്തിലും ഭൂകമ്പത്തിലും ദുരിതമനുഭവിക്കുന്ന അഫ്ഗാനിസ്ഥാനിലെ ജനങ്ങൾക്ക് മാനുഷിക സഹായവും ദുരന്ത നിവാരണ സാമഗ്രികളും അയച്ച് ഇന്ത്യ. അടുക്കള ഉപകരണങ്ങൾ, ശുചിത്വ കിറ്റുകൾ, സ്ലീപ്പിംഗ് ബാഗുകൾ, മറ്റ് അവശ്യവസ്തുക്കൾ എന്നിവ ഉൾപ്പെടെ അയച്ചതായി വിദേശകാര്യ മന്ത്രാലയം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. വെല്ലുവിളി നിറഞ്ഞ ഈ സാഹചര്യത്തിൽ അഫ്ഗാൻ ജനതയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതായി മന്ത്രാലയം വ്യക്തമാക്കി. അന്താരാഷ്ട്ര യോഗ ദിനത്തിന് 75 ദിവസം ശേഷിക്കെ യോഗ പരിശീലനം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ആയുഷ് മന്ത്രാലയം നാളെ യോഗ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കും. വിദർഭ മേഖലയിലെ ലോണാറിൽ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ പങ്കാളികളാകണമെന്ന് കേന്ദ്ര ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദവ് ബുൾദാനയിൽ നടന്ന പത്രസമ്മേളനത്തിൽ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു.
ഏറ്റവും കൂടുതൽ പേർ ഒരേ സമയം പങ്കെടുക്കുന്ന ത്രികോണാസനം നടത്തി ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടാനുള്ള ശ്രമം നടത്തുമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. പശ്ചിമേഷ്യൻ സ്ഥിതിഗതികൾ സംബന്ധിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി, ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽത്താനി എന്നിവരുമായി ചർച്ച നടത്തി. UAE വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാനുമായും ശ്രീ ജയശങ്കർ ടെലിഫോൺ സംഭാഷണം നടത്തി. ആഗോള ഊർജ്ജ വിതരണത്തിൽ സംഘർഷം ചെലുത്തുന്ന ആഘാതം ചർച്ചയായി. രാജ്യത്തുടനീളം പെട്രോൾ, ഡീസൽ, LPG ലഭ്യത ഉറപ്പാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്നതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. LPG സിലിണ്ടറുകൾ ബുക്ക് ചെയ്യുന്നതിന് ഡിജിറ്റൽ രീതി പ്രയോജനപ്പെടുത്താനും മന്ത്രാലയം നിർദ്ദേശിച്ചു. PNG കണക്ഷനുകളുടെ വ്യാപനവും കേന്ദ്ര സർക്കാർ ത്വരിതപ്പെടുത്തിയിട്ടുണ്ട്. മതിയായ തിരിച്ചറിയൽ രേഖകൾ ഹാജരാക്കിയാൽ LPG വിതരണ ഏജൻസികളിൽ നിന്ന് 5 കിലോഗ്രാം LPG സിലിണ്ടറുകൾ ലഭ്യമാകുമെന്ന് മന്ത്രാലയം അറിയിച്ചു. ഗ്യാസ് സിലിണ്ടർ വിതരണവുമായി ബന്ധപ്പെട്ട് ഡൽഹി സർക്കാർ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. LPG സിലിണ്ടറുകൾ ഗോഡൌണുകളിൽ നിന്ന് നേരിട്ട് വിൽക്കുന്നത് പൂർണ്ണമായും നിരോധിച്ചു. പൂഴ്ത്തിവയ്പും കരിഞ്ചന്തയും തടയുന്നതിനായി ഡൽഹി സർക്കാർ പ്രത്യേക കൺട്രോൾ റൂമും ഹെൽപ്പ് ലൈൻ നമ്പറുകളും സജ്ജമാക്കിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നതിനിടയിൽ ഇസ്രായേലിലേക്കുള്ള വിമാന സർവീസുകൾ നിർത്തിവച്ച് എയർ ഇന്ത്യ. ന്യൂഡൽഹി ടെൽ അവീവ് റൂട്ടിലെ വിമാന സർവീസുകൾ മെയ് 31 വരെ നിർത്തിവച്ചതായി എയർ ഇന്ത്യ അറിയിച്ചു. ഇസ്രായേലിൽ നിന്ന് ഇന്ത്യയിലേക്കും തിരിച്ചും യാത്ര ചെയ്യേണ്ടവർക്ക് ലാൻഡ് ക്രോസിംഗുകൾ വഴി ജോർദാൻ അല്ലെങ്കിൽ ഈജിപ്ത് വഴി സഞ്ചരിക്കാമെന്ന് ഇന്ത്യൻ എംബസി അധികൃതർ വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്ക് എല്ലാ കപ്പലുകൾക്കുമായി തുറക്കാൻ നൽകിയ സമയപരിധി ലംഘിച്ചാൽ ഇറാന്റെ വൈദ്യുത നിലയങ്ങളും പാലങ്ങളും തകർക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചൊവ്വാഴ്ച വരെയാണ് ഇറാന് കപ്പൽപാത തുറക്കാൻ സമയം നൽകിയിരുന്നത്. എന്നാൽ ടെഹ്റാനുമായി കരാറിലെത്താനും സാധ്യതയുണ്ടെന്ന് ട്രംപ് US മാധ്യമങ്ങളോട് പറഞ്ഞു. വിശദാംശങ്ങളിലേക്ക്. സുപ്രധാനമായ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം തടസ്സപ്പെട്ടത് ആഗോള ഊർജ്ജ വിപണികളിൽ അസ്ഥിരതയ്ക്ക് കാരണമായി. ഇറാനുമായുള്ള കരാർ ഇന്ന് അന്തിമമാകാൻ സാധ്യതയുണ്ടെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അതേസമയം അമേരിക്കയുടെ അന്ത്യശാസനം നിരസിച്ച ഇറാൻ സമ്മർദ്ദത്തിന് വഴങ്ങി ചർച്ച നടത്തില്ലെന്നും വ്യക്തമാക്കി. ഹോർമുസ് തുറന്നില്ലെങ്കിൽ പശ്ചിമേഷ്യയിലുടനീളം കൂടുതൽ അസ്ഥിരതയും സൈനിക നീക്കങ്ങളും ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം ഒപെക് രാജ്യങ്ങൾ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ മെയ് മുതൽ പ്രതിദിനം 2600 ബാരൽ എണ്ണ ഉൽപാദനം വർദ്ധിപ്പിക്കാൻ ധാരണയായി. എന്നാൽ കപ്പൽ പാതകളിലെ തടസ്സവും പ്രാദേശിക ഊർജ്ജാടിസ്ഥാന സൌകര്യങ്ങൾക്ക് നേരെയുണ്ടാകുന്ന ആക്രമണങ്ങളും സ്ഥിതി രൂക്ഷമാക്കാനും സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഹോർമുസ് കടലിടുക്കിലെ ഗതാഗതം സംബന്ധിച്ച് ചർച്ചകൾ നടത്തി ഒമാനും ഇറാനും. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യത്തിൽ തന്ത്രപ്രധാനമായ ജലപാതയിലൂടെ സുരക്ഷിതമായ യാത്ര പുനഃസ്ഥാപിക്കുന്നതിനായി ഇരു രാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥർ സാങ്കേതിക വിദഗ്ധരുമായി കൂടിക്കാഴ്ച നടത്തി. ഫെബ്രുവരി അവസാനം ആരംഭിച്ച US ഇസ്രായേൽ ആക്രമണങ്ങളെ തുടർന്ന് ഇറാൻ ഹോർമുസ് കടലിടുക്കിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയായിരുന്നു. ഇന്ത്യയുടെ LPG ടാങ്കർ ഗ്രീൻ ആശ ഹോർമുസ് കടലിടുക്ക് കടന്ന് രാജ്യത്തേക്ക് യാത്ര തുടരുന്നു. സംഘർഷം രൂക്ഷമായതിനു ശേഷം ഈ തന്ത്രപ്രധാന ജലപാതയിലൂടെ കടന്നുപോകുന്ന 9ാമത്തെ ഇന്ത്യൻ കപ്പലാണ് ഇത്. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് 43 റൺസ് വിജയം. ബംഗളൂരു മുന്നോട്ട് വച്ച 251 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ചെന്നൈ സൂപ്പർ കിങ്സ് 207 റൺസ് എടുക്കുന്നതിനിടയിൽ എല്ലാവരും പുറത്തായി. ഇന്ന് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പഞ്ചാബ് കിങ്സിനെ നേരിടും. വൈകുന്നേരം 7:30 കൊൽക്കത്തയിലാണ് മത്സരം. മംഗോളിയയിലെ ഉലാൻ ബത്തറിൽ നടക്കുന്ന ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യൻ ബോക്സിംഗ് ടീം. വനിതാ വിഭാഗത്തിൽ നിലവിലെ ലോക ചാമ്പ്യന്മാരായ മീനാക്ഷി ഹൂഡയും ജയ്സ്മിൽ ലാംബൂരിയയും സെമി ഫൈനലിൽ കടന്നു. പുരുഷ വിഭാഗത്തിൽ ലോകേഷ്, ആകാശ്, ഹർഷ് ചൌധരി എന്നിവരും സെമിയിൽ എത്തി. കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പകൽ ചൂടിന് കാഠിന്യമേറുന്ന സാഹചര്യത്തിൽ സൂര്യാഘാതം, സൂര്യതാപം, നിർജ്ജലീകരണം എന്നിവയ്ക്കെതിരെ മുൻകരുതൽ സ്വീകരിക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി 3 ദിവസം കൂടി. പഴുതടച്ച ഒരുക്കങ്ങളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. കേരളത്തിൽ അവസാനഘട്ട പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ അമിത്ഷാ, കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി, CPIM ജനറൽ സെക്രട്ടറി MA ബേബി തുടങ്ങിയവർ പ്രചാരണ രംഗത്ത്. തമിഴ്നാട്ടിൽ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് അവസാനിക്കും. പശ്ചിമ ബംഗാളിൽ 1ാം ഘട്ടത്തിലേക്കുള്ള പത്രികാ സമർപ്പണവും ഇന്ന് പൂർത്തിയാകും. പശ്ചിമേഷ്യൻ സ്ഥിതിഗതികൾ സംബന്ധിച്ച് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ഇറാൻ UAE വിദേശകാര്യമന്ത്രിമാർ, ഖത്തർ പ്രധാനമന്ത്രി എന്നിവരുമായി ചർച്ച നടത്തി. ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ നൽകിയ സമയപരിധി ലംഘിച്ചാൽ ആക്രമണം ശക്തമാക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സമ്മർദ്ദത്തിന് വഴങ്ങി ചർച്ച നടത്തില്ലെന്ന് ഇറാൻ. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് 43 റൺസ് വിജയം.
വാർത്തകൾ കഴിഞ്ഞു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്താ പ്രക്ഷേപണം 11-ന്.